ഇസ്ലാഹി അസോസിയേഷൻ ചേന്നമംഗലൂർ X&Y ലേണിംഗുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുകയാണ്. ഈ സ്റ്റെപ്പിൽ അവർ സ്വപ്നം കാണുന്നത് നാളെ ഇസ്ലാഹിയ അസോസിയേഷൻ്റെ കീഴിലുള്ള സ്കൂൾസ് ആയിട്ടുള്ള ഇസ്ലാഹിയ ഇംഗ്ലീഷ് സ്കൂളിലെയും വാദി റഹ്മ ഇംഗ്ലീഷ് സ്കൂളിലെയും കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട MNCകളുടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന സ്റ്റാർട്ടപ്സിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകളാവണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടികൾ നാളെ ലീഡേഴ്സായി മാറണം. ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയി പഠിക്കണം. അവിടെ നമുക്കൊരു കുറവുണ്ട്, അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് X&Y ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് 2 സ്കൂളുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്ത മാനേജ്മെൻറ്റുകൾക്ക് വലിയൊരു അഭിനന്ദനം നേരുകയാണ്. അതോടൊപ്പം തന്നെ എന്തിനാണ് ഈ പ്രോഗ്രാം എന്നുള്ളത് പാരൻസ് വളരെ ക്ലിയറായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ തന്നെ 2 സ്കൂൾസിനും വന്ന് അവൈലബിൾ ആയിട്ടുള്ള പാരൻസിന് ഒരു സെഷൻ എടുത്തിരുന്നു. എന്നാൽ അന്ന് പലപ്പോഴും എത്തിപ്പെടാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസിന് സ്കൂളിൽ അവർക്ക് വേണ്ട ഒരു ബേസ് നോളജ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവരെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ വേൾഡിലോട്ട് അവരിനി ഭാവിയിൽ എവിടെ പോയി പഠിക്കുകയാണെങ്കിലും ഏത് മികച്ച ഇൻസ്റ്റിറ്റ്യൂഷന് ഇനി മെഡിസിൻ, എഞ്ചിനീയറിംഗ്, സയൻസ് അല്ലെങ്കിൽ ആർട്സ് ഏത് വിഷയത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെയെല്ലാം അവർ എഴുതേണ്ട കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു വേൾഡിലോട്ട് അവർക്കൊരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളത് നാളെ അവർ ലീഡേഴ്സായി വരികയാണെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലോട്ട് നമ്മുടെ കുട്ടികളെ കൈ പിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സയൻസ് ആൻഡ് മാത്സ് വിഷയത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജിലോട്ട് കുട്ടികളെ കൊണ്ടുപോവുകയും അതോടൊപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് എക്സാംസ് എല്ലാം എഴുതാൻ കുട്ടികളെ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ X&Y ലേണിങ്ങിൻ്റെ ഒരു പ്രതിനിധി ഈ 2 സ്കൂളുകളിലും ഒരു ഓഫ്ലൈൻ മെൻറ്ററായി തന്നെ അവിടെ പ്രസൻ്റ് ആവുകയും അപ്പോൾ ഒരു വീക്ക്ലി ബേസിസിൽ സ്കൂളിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മോഡൽസ് നമ്മുടെ സ്കൂളുകളിൽ വെച്ച് നടക്കുകയും അതിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെ ഒരു പൂർണ്ണമായ സപ്പോർട്ട് ഇസ്ലാഹിയ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ നമ്മുടെ പ്രിൻസിപ്പൽസ് ആയിട്ടുള്ള പ്രകാശ് സർ, നജീബ് സാർ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ബാച്ചുകളിലോട്ട് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10th ക്ലാസ് നമ്മൾ മാർച്ച് 23 തുടങ്ങി 8th, 9th അതേപോലെ 6th, 7th ഏപ്രിൽ 1st വീക്കും 3rd വീക്കുമായി നമ്മൾ ക്ലാസ്സസ് തുടങ്ങാനിരിക്കുകയാണ്. ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള പാരൻസിന് X&Y ലേണിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരുമായി ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഈ കുട്ടികളെല്ലാം എൻറോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്കൂളിലെ കുട്ടികളെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഈ വെക്കേഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് ഈ കുട്ടികളുടെ അക്കാഡമിക്സിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വെക്കേഷൻ അവർ മറ്റ് പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം അക്കാഡമിക്സിന് കൂടി സ്പെൻഡ് ചെയ്താൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യലാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമ്മുടെ കുട്ടികളെ എൻറോൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിനിധികളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം സ്കൂൾസുമായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. So wishing all the very best to all the students and parents, and thanks to Islahi Association for such a wonderful effort. Thank you.